ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എണ്ണ ഉപയോഗിക്കാതെ പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ടുള്ള ബാറ്റർ ആദ്യം ഉണ്ടാക്കാം. നമുക്ക് അതിലേക്ക് കടലമാവിൻ്റെ പൊടി ഒരു 3 സ്പൂണ്, മൈദ ഒരു 4 സ്പൂണ്, പിന്നെ ഒരു 2 സ്പൂണ് അരിപ്പൊടി. മൈദ കുറച്ചൊന്നും ചേർക്കാം, കാരണം ഒരു പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളല്ലേ വേണ്ടു. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഉപ്പ്, പഞ്ചസാരയൊന്നും ചേർക്കണില്ല, എണ്ണയില്ല. നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് കലക്കാം. അധികം വെള്ളമാവരുത്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അരിപ്പൊടി, മൈദ, ഓൾ പർപ്പസ് ഫ്ലോറും കടലമാവും കുറച്ച് ചേർത്തിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പഴം അനുസരിച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കുക. കുറച്ച് പഴമുള്ള ഒരു പഴമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത്രയേ വേണ്ടു. ഞങ്ങൾക്ക് നല്ലോണം പഴുത്ത പഴമാണ് ഈ നേന്ത്രപ്പഴമാണ്, ഏത്തയ്ക്ക എന്ന് പറയുന്നത്. ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നു. അപ്പോൾ പഴം കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്, ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ ചേർത്തിട്ടുള്ളത് അരിപ്പൊടിയും മൈദയും കടലമാവുമാണ്. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളമില്ലാതെ അങ്ങനെ കലക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ എയർ ഫ്രയറിൽ എങ്ങനെ അത് ചെയ്യാൻ നോക്കാം. അപ്പോൾ പ്ലഗ് അവിടെ ഓൺ ചെയ്തപ്പോൾ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആ പഴം അങ്ങനെ ആ ബാറ്ററിൽ മുക്കിയിട്ട് ഇതിൽ വയ്ക്കാം. ആറ് പീസുകൾ ഇതിൽ വെക്കാനേ സ്ഥലമുള്ളൂ. മെതുകി വെച്ചിങ്ങനെ കട്ട കൂടി വെക്കണ്ട. ഇനി നമുക്ക് ഈ പാത്രത്തിൽ വെച്ചിട്ടുള്ള പഴം ബാറ്ററിൽ പൊട്ടിയുള്ളത് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഈ എയർ ഫ്രയറിൻ്റെ കൂടെ കിട്ടുന്നത് തന്നെയാണ് ഈ പാത്രം. ഈ പാത്രം തന്നെ ഇതിന് ഉപയോഗിക്കാനും പാടുള്ളൂ, വേറെ പാത്രങ്ങൾ ഉപയോഗിക്കാനും പാടില്ല. ഇത് എയർ ഫ്രയർ ലിഡാണ്. എയർ ഫ്രയർ ലിഡ് എന്ന് കാണിച്ചിട്ടത്. ഈ 6 പിന്നുകൾ ഇവിടുത്തെ 6 മാർക്കായിട്ട് ടച്ച് ചെയ്യുന്ന വിധത്തിൽ വേണം വയ്ക്കാൻ. ടൈറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എയർ ഫ്രയർ എന്നുള്ള ഈ ബട്ടൺ അമർത്താം. അപ്പോൾ 20 മിനിറ്റ് കാണിക്കുന്നുണ്ട്. 350 ഡിഗ്രി ഫാരൻഹീറ്റ് കാണിക്കുന്നുണ്ട്. ഡിഗ്രി ഓക്കെയാണ്, പക്ഷേ നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കണം. 10 മിനിറ്റ് ഇത് വെക്കണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൈമർ ഉണ്ട്. ടൈമർ എന്നുള്ളത് പ്രസ് ചെയ്യാം. അപ്പോൾ 20 എന്ന് കാണിക്കില്ലേ. അപ്പോൾ നമുക്ക് അതിനെ 10 മിനിറ്റ് ആക്കണമെങ്കിൽ ഈ മൈനസ് സൈൻ 19, 18, 17, 16, 13, 12, 11, 10 മിനിറ്റേ വെക്കണ്ടു. അപ്പോൾ 10 മിനിറ്റിൽ 350 ഫാരൻഹീറ്റിൽ ഇത് ഫ്രൈ ചെയ്ത് കിട്ടും. നമുക്ക് നോക്കാം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ കിട്ടുന്നത്. ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ലിഡ് തുറക്കാനൊന്നും ശ്രമിക്കരുത്. ഭയങ്കര ചൂടാണ്, ആപത്താണ്. ഓഫ് ചെയ്ത് ഇത് തന്നെ അത് ഓഫാവും. അത് കഴിഞ്ഞ് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ലിഡ് എന്ന് കാണിക്കുമ്പോൾ ലിഡ് തുറന്നതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. കഴിഞ്ഞു 1 മിനിറ്റ് കഴിഞ്ഞു. ഇത് കൂളിംഗ് ടൈമാണ്, ഓഫായത്. ഈ കൂളിംഗ് ടൈമും കൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ എയർ ഫ്രയറിൻ്റെ ഈ ലൈറ്റ് പോകും. ഓഫായി.
ഇനി നമുക്ക് ക്യാൻസൽ എന്നുള്ള സ്വിച്ച് പ്രസ് ചെയ്യാം. ക്യാൻസൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ലിഡ് എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ലിഡ് തുറക്കാം. നമുക്ക് ഈ ലിഡ് എടുക്കാം. ലിഡ് ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മൾ അതിനെ ഒരു ഗ്രില്ലിൻ്റെ മുകളിലേക്ക് വെക്കാം. പഴം പൊരിച്ചത് ഇതുപോലെ ഉണ്ട്. പക്ഷെ നമുക്കിത് മറിച്ചിട്ടിട്ട് ഒരു 3 മിനിറ്റും കൂടെ വെക്കണം. എല്ലാം മറിച്ചിട്ട് നമുക്ക് ഒരു 3 മിനിറ്റും കൂടെ വയ്ക്കാം. ആദ്യമായിട്ട് ലിഡ് എടുത്തിട്ട് അടയ്ക്കണം. ഒന്നും കൂടെ അത് എയർ ഫ്രൈ ചെയ്യണം. അപ്പോൾ എയർ ഫ്രൈ എന്നുള്ള സ്വിച്ച് ഒന്നും കൂടെ അമർത്തുക. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ 20 എന്ന് കാണിച്ചു. 350 ഫാരൻഹീറ്റ് 20 മിനിറ്റ്സും 350 ഫാരൻഹീറ്റ് ടെമ്പറേച്ചറും കാണിച്ചു. ഇനി നമുക്ക് ഈ 20 മിനിറ്റ്സ് ഇനി 4 മിനിറ്റ്സ് ആക്കണം. അപ്പോൾ ആദ്യം ടൈമർ പ്രസ് ചെയ്യുക. അത് -19, 18, 17, 16, 17, 15, 16, 17, 4 മിനിറ്റ് വയ്ക്കാൻ മതി. 4 മിനിറ്റ് കഴിഞ്ഞാൽ നോക്കാൻ എന്താ ഇത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെറുതെ കുറച്ച് എണ്ണ അങ്ങനെ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഗ്ലേസിങ് ഒക്കെ ഉണ്ടാവും. കുറച്ചും കൂടി നല്ലതാണത്. എന്നാലും ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ഒരുപാട് എണ്ണ ഉപയോഗിക്കണ്ടല്ലോ. അപ്പോൾ ഈ പഴം പൊരിക്ക് നമ്മൾ ചിലവാക്കിയത് 14 മിനിറ്റാണ്. ഒന്ന് മറിച്ചിട്ടിട്ട് 4 ശരിക്കും വെച്ചിട്ട് ആദ്യം 10 മിനിറ്റും ചെയ്തു. ഇതിങ്ങനെ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടാണ് ടെമ്പറേച്ചറും ഈ ടൈമും ഒക്കെ മനസ്സിലായത്. ഇതിൻ്റെ പണികൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ക്യാൻസൽ എന്ന് കാണിച്ചേക്കുന്നുണ്ട്. ഈ ക്യാൻസൽ എന്നുള്ള സ്വിച്ച് പ്രസ് ചെയ്യാം. അപ്പോൾ അത് പ്രസ് ചെയ്തപ്പോൾ ലിഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലിഡ് തുറക്കാം. നന്നായി വന്നിട്ടുണ്ട്. നമുക്ക് അത് പുറത്തേക്ക് എടുക്കാം. നല്ല സോഫ്റ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ട് ഞാൻ ഒരു ഡ്രോപ്പ് എണ്ണ എല്ലാറ്റിനും കൂടിയിട്ട് ഒരൊറ്റ ഡ്രോപ്പ് എല്ലാറ്റിനും കൂടി ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് വെറുതെ ഇങ്ങനെ ബ്രഷ് ചെയ്യുക. നല്ല സോഫ്റ്റായിട്ടുണ്ട്. പൊട്ടിച്ച് കാണിച്ചു തരാം. നന്നായി വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട്. പഴംപൊരി തിന്നണമെന്ന് തോന്നുന്നവർക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാതെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം.